ഇന്ന് നമുക്ക് IEO കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 3 ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എനർജി സോഴ്സ്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം എനർജി സോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സും റിന്യൂവബിൾ എനർജി സോഴ്സും. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ പുനരുപയോഗിക്കാൻ സാധിക്കാത്ത എനർജി സോഴ്സാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്നും ഇതറിയപ്പെടുന്നു. ഇതിന് എക്സാമ്പിളാണ് കോള്, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി എന്നിവ. ഇനി റിന്യൂവബിൾ എനർജി സോഴ്സ്, അതായത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് ഇത് പുനരുപയോഗിക്കാൻ സാധിക്കും. അതിന് എക്സാമ്പിളാണ് സോളാർ എനർജി, ജിയോ തെർമൽ, വിൻഡ് എനർജി, ബയോമാസ്, ഓഷ്യൻ ടൈഡ്സ്, ഹൈഡ്രോ ഇലക്ട്രിക് എനർജി, ഹൈഡ്രജൻ എനർജി. ഇനി ഇത് വിശദമായിട്ട് നോക്കാം. ഇപ്പം നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ പുനരുപയോഗിക്കാൻ സാധിക്കില്ല, അത് ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞു പോകുന്നു. അതിൽ ഒരു എക്സാമ്പിളാണ് കോള്. ഈ കോളെന്ന് പറയുന്നത് ഒരു ഫോസിൽ ഫ്യൂവലാണ്. അതായത് ഈ പ്ലാന്റ്സ് പോലുള്ള ഓർഗാനിക് മാറ്റേഴ്സ് വർഷങ്ങളോളം അടിഞ്ഞുകൂടി അതിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്, കോള്. അപ്പോൾ കോളിൽ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് കാർബണാണ്. ഈ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എല്ലാം എൻവയോൺമെൻറ്റൽ പൊല്യൂഷനിൽ ഒരു പരിധി വരെ കാരണമാകുന്നു. അപ്പോൾ കോളെന്ന് പറയുന്നത് കത്തുമ്പോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നു. കോളെന്ന് പറയുന്നത് മെയിൻ കമ്പോണൻറ്റ് കാർബൺ ആണ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോളുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പീറ്റ്, ലിഗ്നൈറ്റ്, സബ് ബിറ്റുമിനസ്, ബിറ്റുമിനൽ, ആർത്രസൈറ്റ്. അങ്ങനെ 5 ടൈപ്പ് കോളാണുള്ളത്. ഏതൊക്കെയാണ്? പീറ്റ്, ലിഗ്നൈറ്റ്, സബ് ബിറ്റുമിനസ്, ബിറ്റുമിനസ് കോള്, ദെൻ ആർത്രസൈറ്റ്. ഈ 5 കോളിലും ഹയസ്റ്റ് ഗ്രേഡ് ഓഫ് കോളിനെയാണ് ആർത്രസൈറ്റ് എന്ന് പറയുന്നത്. ഈ പ്രധാനമായിട്ടും നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കോൾ ഉപയോഗിച്ച് കോള് കത്തിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നു. അതായത് സ്റ്റീലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കോൾ ഉപയോഗിക്കുന്നു. ഇതാണ് കോളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെട്രോൾ. പെട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലിക്വിഡ് ഫോസിൽ ഫ്യൂവൽ. അതായത് പെട്രോൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ക്രൂഡിനെ റിഫൈനിങ് പ്രോസസ്സ് വഴിയാണ്. ക്രൂഡിനെ റിഫൈനിങ് ചെയ്തിട്ടാണ് പെട്രോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പെട്രോള് ഹൈഡ്രജനും കാർബണും ഉണ്ട് പെട്രോൾ. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് അടങ്ങിയിട്ടുള്ളതാണ് പെട്രോൾ. പെട്രോളും ഒരു പരിധി വരെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ ഈസ് നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസിലെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് മീഥേനാണ്. നമുക്കറിയാം CH4. അപ്പോൾ ഇത് ലെസ് പൊല്യൂട്ടൻ്റ് ആണ്. കോളിനെയും പെട്രോളിനെയും വെച്ച് നോക്കുമ്പോൾ നാച്ചുറൽ ഗ്യാസ് ലെസ് പൊല്യൂട്ടൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ക്ലീനർ ഫോസിൽ ഫ്യൂവൽ. ഒരു ക്ലീനർ ഫോസിൽ ഫ്യൂവൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജി. നമുക്കറിയാം ന്യൂക്ലിയർ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നാണ്. അത് ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട് ഫിഷനും ഉണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റർ ന്യൂക്ലിയൈ ചേർന്ന് ഹെവിയർ ന്യൂക്ലിയൈ ഉണ്ടാക്കുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ദെൻ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ലാർജ് ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ന്യൂക്ലിയർ ഫിഷൻ എക്സാമ്പിളാണ് യുറേനിയം 235, പ്ലൂട്ടോണിയം 239. അതാണ് ന്യൂക്ലിയർ ഫിഷൻ എക്സാമ്പിൾ. ഇനി ന്യൂക്ലിയർ എനർജി പ്രധാനമായിട്ടും നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മെഡിക്കൽ ഫീൽഡിൽ ഐസോട്ടോപ്സ് ഉണ്ടാക്കാൻ ന്യൂക്ലിയർ വെപ്പൺസിനൊക്കെ ഉപയോഗിക്കാം. ഈ ന്യൂക്ലിയർ എനർജി സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉൽപ്പാദനവും എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ന്യൂക്ലിയർ എനർജി പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് റേഡിയോ ആക്റ്റീവാണ്. അത് ക്യാൻസർ മുതലായ അസുഖങ്ങൾക്കെല്ലാം കാരണമാകുന്നു. അപ്പോൾ ന്യൂക്ലിയർ എനർജി മൂലമുണ്ടായ ഇന്ത്യയിലുണ്ടായ ഒരു ദുരന്തമാണ് ചെർണോബിൽ ദുരന്തം. അതിന് കാരണമായത് മീഥൈൽ ഐസോസയനൈറ്റ് എന്ന് പറഞ്ഞ വാതകമാണ്. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അപ്പോൾ അത് കുറച്ച് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അത് പുനരുപയോഗിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. റിന്യൂവബിൾ എനർജി സോഴ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോളാർ എനർജി. നമുക്കറിയാം സണ്ണിൽ നിന്ന് ലഭിക്കുന്ന എനർജിയാണ് സോളാർ എനർജി. സോളാർ എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? സോളാർ സെൽസിൽ ഉപയോഗിക്കാം, സോളാർ കാൽക്കുലേറ്ററിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ സോളാർ പാനലുണ്ട്. എന്താണ് സോളാർ പാനൽ എന്ന് പറയുന്നത്? ബേസിക്കലി ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. അപ്പോൾ പകൽ സമയങ്ങളിൽ സോളാർ എനർജീനെ നമ്മൾ
എന്താക്കി മാറ്റുന്നു? സൂര്യൻ്റെ സോളാർ എനർജി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലായിരിക്കും ആ സമയത്ത് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇൻ ഡാർക്ക് നൈറ്റിലാണെങ്കിൽ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആക്ട് ചെയ്യുക. അതാണ് സോളാർ എനർജിയെ സംബന്ധിച്ച്. ദെൻ സെക്കൻഡ് വൺ ഈസ് ജിയോ തെർമൽ എനർജി. ഈ ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അകത്തേക്ക് പോകുന്തോറും എന്താണ്, ഹീറ്റ് കൂടുതലാണ്. അത് ഉപയോഗിച്ചിട്ട് ജിയോ തെർമൽ പ്ലാന്റിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ജിയോ തെർമൽ എനർജി. ദെൻ തേർഡ് വൺ ഈസ് വിൻഡ് എനർജി. അതായത് വിൻഡിൻ്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് വിൻഡ് ടർബൈൻസ് കറക്കി നമ്മൾ വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഫോർത്ത് വൺ ബയോമാസ്. ബയോമാസ് എന്ന് പറയുന്ന എനർജി എങ്ങനെയാണ്? ജൈവ അവശിഷ്ടങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ്സ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഓഷ്യൻ ടൈഡ്സ്, അതായത് തിരമാലകൾ ഉപയോഗിച്ച് ടർബൈൻ കറക്കി നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഓഷ്യൻ ടൈഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് എനർജി. ഹൈഡ്രോ ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞാൽ വാട്ടറിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഡാമാണ്. അപ്പോൾ ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് അവിടെ ഉപയോഗിക്കുക. പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും ഡാമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഹൈഡ്രജൻ എനർജി. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഭാവിയുടെ വാതകമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാവിയിലേക്കുള്ള ഉപയോഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഹൈഡ്രജൻ എനർജി നമുക്ക് ഇലക്ട്രോലൈസിസ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് വാട്ടറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇലക്ട്രോലൈസിസിലാണ് നടക്കുന്ന വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും നിർമ്മിക്കുന്നു. ദെൻ സ്റ്റീം മീഥെയിൻ റീഫോമിങ്, അതുവഴി നമുക്ക് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ബയോമാസ് ഗ്യാസിഫിക്കേഷൻ, കോൾ ഗ്യാസിഫിക്കേഷൻ, അതായത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സായ ബയോമാസിൽ നിന്നായാലും കോളിൽ നിന്നായാലും നാച്ചുറൽ ഗ്യാസിൽ നിന്നൊക്കെ ആയാലും നമുക്കൊരു പരിധിവരെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട എനർജി സ്രോതസ്സും അവയുടെ എക്സ്പ്ലനേഷനും.